എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാർട്ട് 17. ഒന്നാമത്തെ ചോദ്യം: ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? എ. സർ ഐസക് ന്യൂട്ടൺ, ബി. റോബർട്ട് ബോയിൽ, സി. ആൽക്കെമിഡീസ്, ഡി. ജോൺ ഡാൾട്ടൺ. ഉത്തരം എ. സർ ഐസക് ന്യൂട്ടൺ. ബലത്തിന് വ്യക്തമായ നിർവചനം നൽകിയ ചലന നിയമം? ഒന്നാം ചലന നിയമം. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം? മൂന്നാം ചലന നിയമം. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നത് ഐസക് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം ആണ്. രണ്ടാമത്തെ ചോദ്യം: ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? എ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബി. സൾഫ്യൂരിക് ആസിഡ്, സി. നൈട്രിക് ആസിഡ്, ഡി. സിട്രിക് ആസിഡ്. ഉത്തരം ബി. സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്? സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്? സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? സൾഫ്യൂരിക് ആസിഡ്. മൂന്നാമത്തെ ചോദ്യം: ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? ക്ലോക്കിലെ സൂചിയുടെ ചലനം, ഭൂമിയുടെ പരിക്രമണം, തറയിലൂടെ ഉരുളുന്ന പന്ത്, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ഉത്തരം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യസമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം? സമവർത്തുള ചലനം. ഓടുന്ന ബസ്സിൽ നിന്നും ചാടിയിറങ്ങുന്ന ആൾ ബസ്സിനോടൊപ്പം മുന്നോട്ട് ഓടുന്നതിനുള്ള കാരണം? ചലന ജഡത്വം. നാലാമത്തെ ചോദ്യം: ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ്? എ. ഗതികോർജം, ബി. സ്ഥിതികോർജം, സി. രാസോർജം, ഡി. താപോർജം. ഉത്തരം എ. ഗതികോർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്? ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ജൂൾ. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? തോമസ് യങ്. ഉരുളുന്ന കല്ല്, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം? ഗതികോർജം. അഞ്ചാമത്തെ ചോദ്യം: ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? എ. സംവഹനം, ബി. ചാലനം, സി. വികിരണം, ഡി. വിസരണം. ഉത്തരം ബി. ചാലനം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി? ചാലനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി? സംവഹനം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്ന രീതി? വികിരണം. ആറാമത്തെ ചോദ്യം: ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്ത്? എ. പോസിറ്റീവ്, ബി. ഭാഗിക പോസിറ്റീവ്, സി. നെഗറ്റീവ്, ഡി. ഭാഗിക നെഗറ്റീവ്. ഉത്തരം സി. നെഗറ്റീവ്. ആറ്റത്തിലെ പ്രധാനപ്പെട്ട 3 കണങ്ങൾ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം? ഇലക്ട്രോൺ. ഏഴാമത്തെ ചോദ്യം: സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? എ. ബാരോമീറ്റർ, ബി. തെർമോമീറ്റർ, സി. ലാക്ടോമീറ്റർ, ഡി. ഇലക്ട്രോസ്കോപ്പ്. ഉത്തരം ഡി. ഇലക്ട്രോസ്കോപ്പ്. തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് ഊഷ്മാവ് അളക്കാൻ. മാനോമീറ്റർ വാതകമർദ്ദം. അൾട്ടിമീറ്റർ ഉയരം. കലോറിമീറ്റർ താപം അളക്കാൻ ഉപയോഗിക്കുന്നു. എട്ടാമത്തെ ചോദ്യം: ഉപ്പിൻ്റെ രാസനാമം എന്ത്? എ. പൊട്ടാസ്യം ക്ലോറൈഡ്, ബി. സോഡിയം ക്ലോറൈഡ്, സി. സോഡിയം കാർബണേറ്റ്, ഡി. സോഡിയം നൈട്രേറ്റ്. ഉത്തരം ഡി. സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ രാസനാമം? സോഡിയം ക്ലോറൈഡ്. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. ഒമ്പതാമത്തെ ചോദ്യം: കൊതുകു പരത്തുന്ന ഒരു രോഗമാണ്? എ. മന്ത്, ബി. അഞ്ചാം പനി, സി. ചിക്കൻ പോക്സ്, ഡി. എലിപ്പനി. ഉത്തരം എ. മന്ത്. കൊതുക് പരത്തുന്ന മറ്റ് രോഗങ്ങൾ? മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ജപ്പാൻ ജ്വരം,
ചിക്കൻ ഗുനിയ. 10ാമത്തെ ചോദ്യം. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം. എ മർമ്മം, ബി ലൈസോസോം, സി മൈറ്റോകോൺട്രിയ, ഡി കോശദ്രവ്യം. ഉത്തരം സി മൈറ്റോകോൺട്രിയ. ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശം. കോശത്തിൻ്റെ കേന്ദ്രഭാഗം മർമ്മം. കോശത്തിൻ്റെ ആവരണം കോശസ്തരം. താങ്ക് യു.